വെൽക്കം ടു സൈലം റെയിൽവേസ്. നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും NTPC എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഒരു തത്രപ്പാടിലായിരിക്കും. സോ എല്ലാവരും നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിലും +2 ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ NTPC എക്സാമിന് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഇത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. സോ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് NTPC എക്സാം എങ്ങനെയായിരിക്കും, എന്താണ് എക്സാം പാറ്റേൺ എന്നുള്ള കാര്യം അല്ലേ. സോ എക്സാമിന് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേര് നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ അപ്ലൈ ചെയ്യണോ, എന്തായിരിക്കും ഇതിൻ്റെ പാറ്റേൺ, എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ NTPC എക്സാം പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ NTPC എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി സൈലം റെയിൽവേസ് ഒരുക്കുന്ന നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് RRB NTPC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 15 തൊട്ടാണ്. 3,999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. സോ 3,999 ആണ് ബാച്ച് ഫീസ്. നിങ്ങൾക്ക് NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിന് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കാവുന്നതാണ്. കാരണം സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഏതൊരു എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസിൽ അധിഷ്ഠിതമായി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പിന്നീട് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും നല്ല രീതിയിൽ പഠിക്കാനുമുള്ള സമയം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം കുറേ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ സിലബസ് കുറേ അധികം ഉണ്ടായിരിക്കും അല്ലേ. സോ നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു പോകും. സോ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ആണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ജോയിൻ ചെയ്യുക നമ്മുടെ RRB NTPC റെഗുലർ ബാച്ച് 1.0യിലേക്ക്. സോ നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്, അതായത് 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. ജനറൽ അവയർനെസ്സിൽ നിന്നും 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജിയോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹിസ്റ്ററി, പൊളിറ്റി, ജിയോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ ഹിസ്റ്ററി, പൊളിറ്റി, ജിയോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളുണ്ട്. അതിൽ കൂടാതെ തന്നെ എന്തുണ്ട്, നമ്മുടെ ജനറൽ സയൻസ് ഉണ്ട് അല്ലെ. ജനറൽ സയൻസ് വരുമ്പോഴത്തേക്കും ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ബയോളജിയും കൂടിയും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് അത് കൂടാതെ തന്നെ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് ആയിട്ടുള്ള CAയും കൂടി, കറണ്ട് അഫയേഴ്സും കൂടി ഇതിലാണ് കവർ ആവുന്നത് ജനറൽ അവയർനെസ്സിൽ. അപ്പോൾ ഈ ഒരു സെഷനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന ആസ്പിറൻസ് ഇപ്പോൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫിയിൽ നിന്നും ടഫ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. എക്കണോമിക്സിൽ നിന്നൊക്കെ കുറച്ചും കൂടി ടഫ് ആയിട്ടാണ് ചോദിച്ചത്. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് 40 മാർക്കാണ് എന്ത് വരുന്നത്, ടോട്ടൽ 40 മാർക്കാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ചില ഷിഫ്റ്റുകളിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പോലും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദിച്ചത്. അതായത് കറണ്ട്ലി നടക്കുന്ന 1.5 വർഷങ്ങളിലെ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യമൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ വളരെ ഇൻഡെപ്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്പോർട്സിലെ ഇപ്പോൾ ഖേലോ ഇന്ത്യ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഖേലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്തായാലും നമ്മൾ ഇത് വേണ്ട, ഇത് ചോദിക്കില്ലായിരിക്കും എന്ന് നമ്മൾ പറയുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണം, അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ ഏതൊക്കെ രാജ്യങ്ങൾ, ഇപ്പോൾ മെഡൽ ടാലി, അതായത് ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ഇതിൽ എത്ര എണ്ണം, ഗോൾഡ് എത്രയാണ്, സിൽവർ എത്രയാണ്, ബ്രോൺസ് എത്രയാണ് മുതലായി, അല്ലെങ്കിൽ വെന്യൂ ഏതാണ്, അങ്ങനെ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ പലരെയും മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം.
അത് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുള്ളൂ അല്ലേ. ഇപ്പൊ CA പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് കുറെ പഠിക്കുന്നുണ്ട്, കുറെ വായിക്കുന്നുണ്ട്, മിസ്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വായിക്കുന്നുണ്ട്, മിസ് തരുന്ന നോട്ട്സ് വായിക്കുന്നുണ്ട്, അല്ലാതെയും വായിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം മറന്നു പോകുന്നു. പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വളരെ കൃത്യമായി ടോപ്പിക് വൈസായി കറണ്ട് അഫയേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. സോ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും വളരെ ടോപ്പിക് വൈസായി വളരെ സമഗ്രമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി മാത്സിലേക്ക് വരുമ്പോഴത്തേക്കും 30 മാർക്കിനാണ് മാത്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് വരുന്നത്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ സ്ക്രൈബിനെ വെച്ചിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 90 മിനിറ്റ് അല്ല എക്സാം, 120 മിനിറ്റ്സ് ആയിരിക്കും സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതുന്നവർക്ക് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് അല്ലേ. സോ ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ അതിന് 1/3 മാർക്ക്, 1/3 നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മൾ എന്ത് വരുത്തുക, ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതുക, കൂടുതൽ തെറ്റ് വരുത്തി നെഗറ്റീവ് അടിക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ്, അതായത് നമ്മുടെ ഈ മാർക്ക് പിന്നീട് പരിഗണിക്കുന്നതല്ല, ഇത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതായത് CBT 2 എക്സാം നമുക്കുണ്ട് അല്ലേ. അപ്പൊ CBT 2-നുള്ള ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയാണ് CBT 1 എന്ന് പറയുന്നത്. സോ CBT 1 ക്വാളിഫൈങ് നേച്ചർ ആണ്. ഇത് ക്വാളിഫൈ ചെയ്യുന്ന ആസ്പിറൻസിന് CBT 2 എഴുതാവുന്നതാണ്. CBT 2 എഗെയിൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഏകദേശം നമ്മുടെ വേക്കൻസിയുടെ 15 ടൈംസ് ആൾക്കാരെ, ആസ്പിറൻസിനെയാണ് CBT 2 എഴുതാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ CBT 2-ന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് തന്നെയാണ്. ഇവിടെ എന്താണ്, എഗെയിൻ ജനറൽ അവയർനെസ്സിന്റെ വെയിറ്റേജ് കൂടി അല്ലെ. 50 മാർക്കിനാണ് ജനറൽ അവയർനെസ് വരുന്നത്. മാത്സ് 35, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ 120 മാർക്കിലാണ് പരീക്ഷ. അതായത് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/3 മാർക്ക് നെഗറ്റീവ് ആണ്. സോ ഈ CBT 1 ആണെങ്കിലും CBT 2 ആണെങ്കിലും ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഭയങ്കര വാസ്റ്റ് ആയി പോകുന്നത് അല്ലേ. സോ ഈ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പഠിച്ചാലും തീരാത്ത സബ്ജക്റ്റ് ആണ്. കാരണം ഹിസ്റ്ററി എവിടെ പഠിക്കണം, ജിയോഗ്രഫി എങ്ങനെ പഠിക്കണം, എക്കണോമിക്സ്, പൊളിറ്റി, ഇതൊക്കെ എവിടെ പഠിക്കണം, എവിടെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം നമുക്ക് യാതൊരുവിധ എന്താ പറയുക ഐഡിയയും ഉണ്ടാവില്ല. പഠിച്ചാലൊട്ട് തീരെയില്ല. അതേപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമ്മൾ എത്ര പഠിക്കണം, അല്ലെങ്കിൽ ഏത് വരെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ആവണം, എങ്ങനെ മറക്കാതെ പഠിക്കാം, ഇതൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ജനറൽ സയൻസ് ആണെങ്കിലും ഇതിൽ ജനറൽ സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ തിയറി എങ്ങനെ പഠിക്കാം, എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ സൈലം റെയിൽവേസിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന RRB NTPC ബാച്ച് എന്ന് പറയുന്നത്. കാര്യങ്ങൾ കൃത്യമായി സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. സോ അത് കൂടാതെ തന്നെ ഇതേപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാറ്റേൺ അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ കുറേ അധികം ടോപ്പിക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. സോ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് റെയിൽവേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നേടാവുന്നതാണ്. സോ ജോയിൻ ചെയ്യുക നമ്മുടെ RRB NTPC ബാച്ചിലേക്ക്.